ഉപ്പ, ഉമ്മ, ഭാര്യ, മക്കൾ ഇവരെ സന്തോഷിപ്പിക്കുവാൻ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നവർ ഈ ഉസ്താദ് പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. സാന്ദർഭികമായി ഇന്ന് വല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബാപ്പമ്മമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അതുപോലെ ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, പ്രവാസ ലോകത്തുള്ള ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ഗിഫ്റ്റ് ഇങ്ങനെ കൊടുത്തയക്കുന്ന ഒരു വല്ലാത്ത സ്വഭാവം ഉണ്ട് ഇപ്പോ. സുബ്ഹാനല്ലാഹ്. സർപ്രൈസ് കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും സന്തോഷിപ്പിക്കലും ഒക്കെ നല്ലതാണ്, അതിലൊന്നും നമ്മളാരും എതിര് പറയല്ല. പക്ഷേ ഭാര്യയുടെ ആനിവേഴ്സറിയുടെ ഗിഫ്റ്റുമായിട്ട് പ്രവാസ ലോകത്തുള്ള ഭർത്താവ് വിളിച്ചു പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുന്നതാരാ? ഏതോ ഒരു അന്യപുരുഷൻ. അയാൾ ഇങ്ങനെ കയറി വരികയാണ്. എന്നിട്ടോ നിങ്ങൾക്ക് ഭർത്താവ് തന്ന ഗിഫ്റ്റ് തരാനാ വന്നത്, ഇതൊന്നും അല്ല. പിന്നെ ആ ഭാര്യനൊന്ന് പ്രാങ്ക് ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഒരു പ്രാങ്ക് ചെയ്യല്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബേജാറാക്ക. നിങ്ങളുടെ ഭർത്താവ് 2 ലക്ഷം രൂപ എൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഇപ്പൊ തരണം അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇവളാകെ ബേജാറായി. ഇപ്പൊ അടുത്ത് ഞാൻ കണ്ടു, ഒരു പെണ്ണ് ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. അവിടുത്തെ പ്രായമുള്ള ഉമ്മനോട് പറയാണ്, നിങ്ങളുടെ മകന് എനിക്ക് വല്ലാതെ മെസ്സേജ് അയച്ചിട്ട് ആകെ സ്വീപ്പാക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഭാര്യയും മക്കളുള്ള ഒരു ചങ്ങാതിന്റെ ഉമ്മനോട് ചെന്നിട്ട് പറയാണ്, നിങ്ങളുടെ മകന് എനിക്ക് വല്ലാതെ മെസ്സേജ് രാത്രി കാലങ്ങളിലും മറ്റുമൊക്കെ അയച്ച് ഫോൺ വിളിച്ചാകെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. നല്ല തറവാടിത്തത്തോടെ അന്തസ്സോടെ ജീവിക്കുന്ന ആ ഉമ്മയും ബാപ്പയും വല്ലാതെ ബേജാറായി പോയി. കാരണം ഭാര്യ, ഈ മകന്റെ ഭാര്യ ഉള്ളിലുണ്ട്. അപ്പോഴാണ് ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ മകൻ എനിക്ക് വല്ലാതെ ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ച് ആകെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ആകെ ബേജാറായി പോയി. എന്നിട്ട് അവസാനം പറയാണ്, ഹാപ്പി ആനിവേഴ്സറി. സുബ്ഹാനല്ലാഹ്. ഹാപ്പി ആനിവേഴ്സറി. ആകങ്ങട്ട് വല്ലാതെ ബേജാറായിട്ട് 2 ലക്ഷം രൂപ ഭർത്താവ് തരാനുണ്ട്, ഇപ്പൊ തരണല്ലേ, പോലീസ് കേസാക്കും, അങ്ങനാക്കും എന്നൊക്കെ പറഞ്ഞ് ഭാര്യ ആകങ്ങട്ട് ഒന്നുമല്ലാതെ ബേജാറായി നിന്നിട്ട് അവസാനം പറയാണ് ഹാപ്പി ആനിവേഴ്സറി, അല്ലെ ഹാപ്പി ബർത്ത്ഡേ. സന്തോഷിപ്പിക്കുന്നതിന്റെ മുമ്പ് ഒന്നിങ്ങട്ട് ദുഃഖിപ്പിച്ചാലേ സന്തോഷം കിട്ടുന്നുള്ളത് ചില മനുഷ്യന്മാർക്ക്. സന്തോഷിപ്പിക്കണം, പക്ഷേ ആ സന്തോഷിപ്പിക്കുന്നത് കേവലം സന്തോഷിപ്പിച്ചാൽ ആ കൊടുത്തയക്കുന്നവനൊരു സന്തോഷമല്ല. പിന്നെ ഉമ്മനൊന്ന് ബേജാറാക്കിയിട്ട് സന്തോഷിപ്പിക്കുക, ബാപ്പനൊന്ന് ബേജാറാക്കിയിട്ട് സന്തോഷിപ്പിക്കുക, ഭാര്യനൊന്ന് ബേജാറാക്കിയിട്ട് സന്തോഷിപ്പിക്കുക. അതും ഏതോ ഒരു അന്യ പുരുഷൻ വന്നിട്ട് ഇങ്ങനെ കൊടുക്കാൻ, എന്നിട്ട് പറയാൻ ഒരു ഐ ലവ് യു പറയും. സുബ്ഹാനല്ലാഹ്. ഏതോ ഒരു അന്യ പുരുഷൻ വന്നിട്ട് ഭാര്യനോട് പറയാൻ, ഇതാരാ കൊടുത്തയച്ചത് എന്ന് മനസ്സിലായോ? ഒരു ഐ ലവ് യു പറയും. ഈ ചങ്ങാതിന്റെ മുന്നിന്ന് ഭർത്താവിനോട് പറയാനുള്ളതാണോ ഈ വാക്ക്? സുബ്ഹാന ജല്ല ജലാലുഹു. ഈ മാതിരി തോന്നിവാസങ്ങളൊന്നും ചെയ്തിട്ടല്ല ബാപ്പമ്മമാരെയും ഭാര്യമാരെയും ഒന്നും സന്തോഷിപ്പിക്കേണ്ടത്.